സയ്യിദുൽ ബഷർ അതിന്റെ 42ാമത്തെ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ആമുൽ ഹുസ്ൻ വ ഹിജ്റത്തു ത്വായിഫ്, ത്വായിഫിലേക്കുള്ള ഹിജ്റയും ആമുൽ ഹുസ്ൻ, അതിൽ 10ഓളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആമുൽ ഹുസ്ൻ തഫാഖുമുൽ മസാഇബ്, ത്വലബുൻ നുസ്റത്ത് മിൻ സഖീഫി ത്വായിഫ്, ഷഹാദത്തു അദ്ദാസ്, വഫാദത്തുൽ ജിന്ന്, അൽ ഔദത്തു ഇലാ മക്ക, അദ്വാറു തക്ദീബ് വ അത്വാറു തഅദീബ്, മവാഖിബു ഖുറൈശ്, അത്തൻഫീർ വ തഹ്ദീർ, ഇഖ്തിറാഹുൽ ആയാത്ത്. ഇങ്ങനെ 10 വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ വിഷയം എടുക്കുന്നത് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്താണ്? സനത്ത അശ്റ മിനൻ നുബുവ, നുബുവത്തിന്റെ 10ാം വർഷം. ബഅദമാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനശ് ശുഅബ്, ഈ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ കണ്ട ആ ശുഅബ് അബൂ ത്വാലിബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടതിന് ശേഷം ഖദിമ അലൈഹി വഫ്ദും മിൻ നസാറ നജ്റാൻ, നജ്റാനിലെ നസാറാക്കളിലെ ഒരു സംഘം വന്നു. ബലാഹും ഖബറുഹു മിനൽ ഹബശത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള വിവരം ഹബശയിൽ നിന്നാണ്, അബ്സീനിയയിൽ നിന്നാണ് അവർ കേൾക്കുന്നത്. കാരണം നജാശി രാജാവിന്റെ അടുക്കൽ ഇവിടെ നിന്ന് ചെന്ന സംഘവും തിരിച്ചയക്കലും സംഭവങ്ങളൊക്കെ അവരെ തിരിച്ചയക്കാൻ ആവശ്യപ്പെടലൊക്കെ ഉണ്ടായപ്പോ അത് കൂടുതൽ ആൾക്കാരിലേക്ക് വിഷയത്തി. ഒക്കാനു നഹ്വ മിൻ നിസ്രീന റജുലൻ, 20ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഫലമ്മ സമീഉൽ ഖുർആന, അവർ ഖുർആൻ കേട്ടപ്പോ ബക്കൗ, അവർ കരഞ്ഞു, വാമനു, അവർ വിശ്വസിച്ചു, ബഅദ മസ്തൗസഖു, അവർക്ക് ഉറപ്പ് വന്നു, ഉറച്ചു വിശ്വസിച്ചു. കാരണം അവർക്ക് നേരത്തെയുള്ള വേദഗ്രന്ഥം അറിയാം, ആ വേദഗ്രന്ഥം അവരെ വല്ലാതെ ആകർഷിച്ചതാണ്. അതിനേക്കാൾ എത്രയോ മടങ്ങ് ആകർഷിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അവർക്ക് വല്ലാതെ ഉറപ്പ് വന്നു. വസ്തൈഖനു, അവർ ഉറപ്പിച്ചു, അന്നഹു നബിയുൽ മുബശ്ശറു ഫീ കിതാബിഹിം, അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ സന്തോഷ വാർത്തയായി നേരത്തെ വിവരം അറിയിക്കപ്പെട്ട പ്രവാചകരാണ് ഈ വന്നത് എന്നവർക്ക് ഉറപ്പായി. ഫഅതബഹും അബൂജഹൽ ഫീ നഫരിൻ മിൻ ഖുറൈശ്, അവരെ അബൂജഹൽ ആക്ഷേപിച്ചു. ഫീ നഫരിൻ മിൻ ഖുറൈശിൻ, ഒരുപറ്റം ഖുറൈശി സംഘത്തോടൊപ്പം. ലിസ്തിഅജാലിഹിം ബിൽ ഈമാൻ, അവർ പെട്ടെന്ന് വിശ്വസിച്ചു കളഞ്ഞു എന്നതായിരുന്നു ആക്ഷേപ കാരണം. വഖദ് ബഅസഹും ഖൗമുഹും, അവരെ ഈ 20 പേരെ അവരുടെ നാട്ടുകാരയച്ചതാണ്. ലിയതൂഹും ബി ഖബരി റജുലി, ഈ ആളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ച് ചെല്ലാൻ അയച്ചതാണ്. അപ്പൊ നിങ്ങളതിനെ വിശ്വസിച്ചത്, വിവരം ശേഖരിച്ച പോരെ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. ഫഖാലൂൽ അലഹും, ഈ 20 പേര് അബൂജഹലിൻ സംഘത്തോട് പറഞ്ഞു, ലനാ അമാലുന വലക്കും അമാലും, ഞങ്ങളെ പണിയെടുത്തോളും, നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോളം പറഞ്ഞു. സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ, മാസലാം, നമ്മള് വിവരമില്ലാത്തവരോട് സംസാരിക്കാൻ നമ്മളില്ല എന്ന് പറഞ്ഞു. ഫീ സാനി അശർ റമളാൻ, റമളാൻ 12-ന് സനത്ത അശറ മിനൽ ബിഅസത്തി, 10ാം വർഷം, തൂഫിയ അമ്മുഹു അബൂ ത്വാലിബ്, അബൂ ത്വാലിബ് മരണപ്പെട്ടു. സുമ്മ ബഅദഹു ബിസലാസത്തി അയ്യാമിൻ, 3 ദിവസം കഴിഞ്ഞതിന് ശേഷം തൂഫിയത്തു സൗജുഹു അസ്സയ്യിദത്തു ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, ബിവി ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ടു. ദാലിക ഖബലൽ ഹിജ്റത്തി ബിസലാസ് സിനീൻ, ഇത് ഹിജ്റയുടെ 3 വർഷം മുമ്പാണ് ഈ സംഭവം. വഉംറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി തങ്ങളുടെ വയസ്സ് ഇദാഖ്, ആ സമയത്ത് 49 സന വ 6 അശ്ഹുരി, 49 വയസ്സും 6 മാസവും. ഫൗറസഹു മൗതുഹുമാ ഹുസനൻ ശദീദൻ, ഈ 2 പേരുടെയും മരണം നബി തങ്ങൾക്ക് വലിയ ദുഃഖം ഉണ്ടാക്കി. ഹത്താ സമ്മാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദൽ ആമ, നബി തങ്ങൾ ഈ വർഷത്തിന് വിശേഷിപ്പിച്ചത് ആമുൽ ഹുസ്ൻ എന്നായിരുന്നു. ഫഖദ് കാനത്ത് ഖദീജത്തു റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ അവ്വല അസ്വാജിഹി, നബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യയാണ്. നബി തങ്ങളുടെ ജീവിതത്തിൽ 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ജീവിച്ച ഒരേ ഒരു ഭാര്യ. ഉമ്മു ഔലാദിഹി, തനിക്ക് മക്കളുണ്ടായതൊക്കെ ഖദീജ ബീവിയിലൂടെയാണ്. ഇല്ല ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ഒഴികെ. അവലുന്നാസി ഇസ്ലാമൻ, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ഖദീജയാണ്. ആമനത്ത് ബിഹി, നബി തങ്ങൾ ആദ്യമായി വിശ്വസിച്ചത്. ഫാമനത്തുഹു വനസറത്തുഹു ബിൻ നഫ്സി വൻ നഫീസി,
ശരീരവും സമ്പത്തും നൽകി നബിതങ്ങളെ സഹായിച്ചു. നബിതങ്ങൾക്ക് നിർഭയത്വം നൽകി. വക്കാനത്ത് വസീറ സുദുഖിൻ അലൽ ഇസ്ലാം, ഇസ്ലാം സത്യമാണ് എന്ന് അറിയിച്ച പ്രധാന വ്യക്തിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി ജീവിതം അത്രയേറെ അറിയുകയും എന്നിട്ട് നബിതങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഏക വനിതയാണ്, പ്രധാനപ്പെട്ട ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അമ്മ അബൂ ത്വാലിബ് ഫഹുവ മഅ കൗനിഹി അലാ ദീനി ഖൗമിഹി. അബൂ ത്വാലിബ് ആണെങ്കിൽ തന്റെ സമൂഹത്തിന്റെ ആശയത്തിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ കാന ളില്ലൻ ളലീലൻ ലഹു, നബിതങ്ങൾക്ക് ഒരു തണലായിരുന്നു. ഫീ ദഅവത്തിൽ ഇസ്ലാം, ഇസ്ലാമിക പ്രചരണത്തിന് നബിതങ്ങൾക്ക് തണലായിട്ട് അബൂ ത്വാലിബ് ഉണ്ടായിരുന്നു. ഫഖദ് കാന യുഹിബ്ബുഹു, നബിതങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. മിൻ സ്വമീമി ഖൽബിഹി, മനസ്സിന്റെ അടിത്തട്ടിൽ. കമാ കാന യംനഉഹു മിൻ ജമീഇ അദുവിഹി, എല്ലാ ശത്രുക്കളിൽ നിന്നും നബിതങ്ങൾക്ക് പ്രൊട്ടക്ഷനും നൽകിയിരുന്നു. ഹത്താ ഖാല, നബിതങ്ങളോട് അബൂ ത്വാലിബ് പറഞ്ഞതാണല്ലോ, വല്ലാഹി ലൻ യസ്ലു ഇലൈക ബിജംഇഹിം ഹത്താ വസദ ഫി തുറാബി ദഫീന. അള്ളാഹുവാണ്, അവർക്ക് അവരെല്ലാരും സംഗമിച്ചാലും നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ മരിച്ചു മണ്ണടിയാതെ നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അബൂ ത്വാലിബ് കവിത ചൊല്ലിയതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂട്ടായ ഈ രണ്ടുപേരും മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഈ 50-ാമത്തെ വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആമുൽ ഹുസ്ൻ എന്ന് അറിയപ്പെട്ട വർഷമായിരുന്നു. അതിന്റെ കാരണം, ആമുൽ ഹുസ്ൻ എന്ന് അറിയപ്പെടാനുള്ള കാരണം, നബിതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളായ ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബ് മരണപ്പെട്ടു എന്നതായിരുന്നു അതിന്റെ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്.